ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം തീർച്ചയായും ചർച്ചയാവും. നമുക്കറിയാം, ഇപ്പം ശബരിമലക്കുള്ള പോലുള്ള വിഷയങ്ങൾ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തെ എത്രമാത്രം പിന്നോട്ടടിച്ചിട്ടുണ്ട്, എത്രമാത്രം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയിൽ CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഇന്ന് ജയിലിനകത്ത് നടക്കുന്നു. അവരെയൊക്കെ പ്രതികളാക്കപ്പെട്ടിട്ടും അവരെ ആരെയും CPM അവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വൈകിന്റെ പുറകെ തന്നെ നടക്കുക, അതാണ് ഏറ്റവും വലിയ വിഷയമാക്കി മാറ്റാൻ CPM ശ്രമിച്ചത്. അതെന്റെ ഇവിടുത്തെ വിഷയം. കേരളത്തിലെ അഴിമതി ചർച്ച ചെയ്യണം, വിലക്കയറ്റം ചർച്ച ചെയ്യണം, ഇവിടുത്തെ അക്രമങ്ങൾ ചർച്ച ചെയ്യണം, ഇവിടെ കാർഷികവിളകളുടെ വില തകർച്ച ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങൾ ആകെപ്പാടെ ദുരിതത്തിൽ നിൽക്കുന്നു. നമ്മൾ കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ആശാവർക്കർമാർ മാസങ്ങളോളം തിരുവനന്തപുരത്ത് നിരാഹാരം കിടന്നു. 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവാത്ത കേരളത്തിന്റെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി തടവ് പുള്ളികൾക്ക് 580 രൂപ കൂട്ടിക്കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞത് എത്രയോ ഭീകരമാണ്. ഇവിടെ ചില ആളുകൾ ട്രോളിൽ കൂടെ പറയുന്നുണ്ട്, അകത്ത് കിടക്കുന്ന ഭൂരിഭാഗം CPM-കാരാണ്, അവരെ സഹായിക്കാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനിയും അവർ പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗങ്ങളെ ഇഷ്ടംപോലെ കൊലപ്പെടുത്താൻ അവർക്ക് പദ്ധതി ഉണ്ടായിരിക്കും. വന്ന് അകത്ത് പോകുന്നവരെ സംരക്ഷിക്കാൻ വേറെ ഇനി CPM ഭരിക്കേണ്ട കാര്യമില്ല. ഡെയിലി 550 രൂപ വെച്ച് ജയിലിൽ നമുക്ക് കിട്ടുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പ്രതികരിക്കണം. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ചർച്ചയാക്കണം. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ട സാഹചര്യം നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇവിടുത്തെ വിലക്കയറ്റം ചർച്ച ചെയ്യണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടം അല്ല ചർച്ച ചെയ്യപ്പെടണം, വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടണം, ഇവിടുത്തെ അഴിമതി ചർച്ച ചെയ്യപ്പെടണം. നമുക്കറിയാം, ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ PV എന്ന് മത്സരിക്കുന്നത് നമ്മുടെ ബേപ്പൂർ, ആ ബേപ്പൂരിലെ MLA മന്ത്രിയുമായിരിക്കുന്ന റീൽസ് മന്ത്രി അദ്ദേഹം നടത്തുന്ന അഴിമതികൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ. ആ അഴിമതിക്കാരനെ പരാജയപ്പെടുത്താൻ ശ്രീ PV അൻവറിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാം. അതോടൊപ്പം തന്നെ UDF-ന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നയിക്കുന്ന ജാഥ, ആ ജാഥയെ വൻപിച്ച വിജയമാക്കി തീർക്കുവാനും തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധമായ ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.